ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിലവിൽ വിളിച്ചിരിക്കുന്നത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലാണ്. ഗസറ്റഡ് പോസ്റ്റാണ്, ഗ്രൂപ്പ് എ വരുന്ന പോസ്റ്റാണ് കേട്ടോ. വെറുതെ സിമ്പിളായിട്ട് നിങ്ങൾ തള്ളിക്കളയേണ്ട. മാക്സിമം നിങ്ങൾ കൂടുതലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും അതുപോലെ അവസാന വർഷം പഠിക്കുന്നവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും എഞ്ചിനീയറിംഗ് ബിരുദമൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിങ്ങൾ ഈ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യതയും അത് ഒരുക്കുന്നുണ്ട്. അതായത് അടുത്ത നിങ്ങൾക്ക് നിശ്ചിതമായുള്ള സർവീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി കമാൻഡൻറ്റ്, അതുപോലെ കമാൻഡൻറ്റ്, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡയറക്ടർ ജനറൽ വരെ ആകാം. ഓക്കെ, അതിൻ്റെ പേ സ്കെയിലും കാണാം 2,25,000 ആണ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 56,100 അതിൻ്റെ സ്റ്റാർട്ടിങ് ബേസിക് പേ വരുന്നത്. അതോടൊപ്പം തന്നെ ഒട്ടനവധി അലവൻസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡിഫൻസ് മേഖലയിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരു കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണുക, ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അവസാന വർഷം പഠിക്കുന്നവരോ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ജൂനിയേഴ്സോ ആരെങ്കിലും ഉണ്ട് അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാതെ ഇങ്ങനെയുള്ള എക്സാം നടക്കുന്നതൊന്നും അറിയാതെ നമ്മൾ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ്, അതുപോലെ ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ. ഓക്കെ, 2 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്, ജനറൽ ഡ്യൂട്ടിയും ഒന്ന് ടെക്നിക്കലും. ഓക്കെ, ടെക്നിക്കൽ വരുന്നത് എഞ്ചിനീയറിംഗിലാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നത് അത് ഏതൊക്കെ ഞാൻ പറയാം. എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇങ്ങനെ 3 കാറ്റഗറികളാണ്. 25 ബാച്ചിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫെബ്രുവരി 19 അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം ഫെബ്രുവരി 14 ആയിട്ടുള്ളൂ. അപ്പോൾ ഫെബ്രുവരി 19 മുതലാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ അപേക്ഷ നൽകേണ്ടതൊക്കെ പറയാം. ഇതിന് മാർച്ച് 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ബ്രാഞ്ച് വൈസ് വേക്കൻസി മീൻസ് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ജനറൽ ഡ്യൂട്ടിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. മിനിമം ഏജ് 21, മാക്സിമം ഏജ് 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 1 ജൂലൈ 2024 നിങ്ങൾക്ക് മിനിമം 21, മാക്സിമം 25 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫൻസ് മേഖലയിലേക്കുള്ള ഇത്തരം ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ ഏജ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്, വലിയൊരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡിലേ ആക്കി കളയരുത്. നിങ്ങൾ അതത് സമയത്ത് തന്നെ അത് അപ്ലൈ ചെയ്തില്ലേ നമുക്ക് പിന്നീട് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഏജൊക്കെ മാറും. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ 60% മാർക്കോട് കൂടി ഒരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ +2 ലെവലിൽ ഫിസിക്സും നമ്മൾ മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഡിഗ്രി ഏതായാലും മതി. ജസ്റ്റ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 60% മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ +2 പഠിച്ചിരിക്കേണ്ടത്. +2ൽ നമ്മൾ എന്ത് ചെയ്യണം, മാത്തമാറ്റിക്സും ഫിസിക്സും നമ്മൾ ഈ 2 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ മാത്തമാറ്റിക്സും ഫിസിക്സും കൂടെ കൂട്ടിയിട്ട് നമുക്ക് അതിലൊരു 55% മാർക്കും ഉണ്ടായിരിക്കണം +2ൽ. അതാണ് ഇതിൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ +2ൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ +2ൽ നമ്മൾ ഫിസിക്സും മാത്തമാറ്റിക്സും നമ്മൾ 2 സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതായത് +2 നമ്മൾ സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. അതിൽ ഫിസിക്സും മാത്തമാറ്റിക്സിനും മാത്രമായിട്ട് 55% മാർക്കണം. പ്ലസ് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദവും 60% മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ചില ഉദ്യോഗാർത്ഥികൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട്, അതായത് ഡിപ്ലോമ 10ാം ക്ലാസ് കഴിഞ്ഞ് പോളിടെക്നിക് അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഗ്രാജുവേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ആ ഡിപ്ലോമ ലെവലിൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്സും മാത്തമാറ്റിക്സും എന്ത് ചെയ്യണം, 55% മാർക്ക് അവർ നേടിയിരിക്കണം എന്നുള്ളതാണ് ഡിപ്ലോമ ലെവലിൽ. ഓക്കെ, ജസ്റ്റ് മറ്റേത് ഈ പറയുന്ന ബിടെക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ അതിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നേരത്തെ മുൻപ് പറഞ്ഞ പോലെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇനി +2 പഠിക്കാതെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നമ്മൾ ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ചെയ്യുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിപ്ലോമയിൽ ഫിസിക്സും മാത്തമാറ്റിക്സും 2 സബ്ജക്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് 55% മാർക്കും വേണം അതിൽ. ഇനി അടുത്തത് നമ്മൾ ടെക്നിക്കലാണ്. ടെക്നിക്കലിൽ മെക്കാനിക്കലാണ് ആദ്യം നമ്മൾ പറയുന്നത്. 21 to 25 ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന 1 ജൂലൈ 2024 മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏതൊക്കെ ഡിസിപ്ലിൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നേവൽ, ആർക്കിടെക്ചർ, മെക്കാനിക്കൽ അല്ലെങ്കിൽ മറൈൻ ഓർ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ മെക്കട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഓർ മെറ്റലർജി അല്ലെങ്കിൽ ഡിസൈൻ ഓർ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൂ. ഓക്കെ,
അതോടൊപ്പം തന്നെ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ +2 ലെവൽ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയിലും പാടാൻ നമുക്ക് ഫിസിക്സും കെമിസ്ട്രി അല്ല ഫിസിക്സും മാത്തമാറ്റിക്സിലും പാടാൻ നമുക്ക് 55% മാർക്കോട് കൂടി നമ്മൾ +2 പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഈ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന രീതിയിൽ +2 കഴിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ രീതിയിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഈ പോസ്റ്റിലേക്കും അതത് ഡിസിപ്ലിനിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിലും നേരത്തെ മുകളിൽ പറഞ്ഞില്ല അതേ ക്രൈറ്റീരിയ തന്നെ ഡിപ്ലോമയിൽ ഫിസിക്സും മാത്തമാറ്റിക്സും നമ്മൾ പഠിച്ചിരിക്കണം, 55% മാർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് +2 പഠിക്കാതെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതെല്ലാ പോസ്റ്റിലേക്കും ബാധകമാണ്. ഇതിനടുത്തത് ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണ്. 21-25 ഏജ് ലിമിറ്റ് മെയിലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബിരുദം 60% മാർക്കോട് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സും മാത്തമാറ്റിക്സും നമ്മൾ 55% മാർക്കോട് കൂടി +2 പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ആ രണ്ടിൻ്റെയും കൂടെ കൂട്ടിയിട്ട് 55% മാർക്ക് വേണം എന്നുള്ളതാണ്. അത് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾ BE or BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം ചെയ്തവരാണെങ്കിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിപ്ലോമയിൽ നമുക്ക് ഫിസിക്സ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം, 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വേക്കൻസി ജനറൽ ഡ്യൂട്ടിയിൽ വരുന്ന ടോട്ടൽ 50 വേക്കൻസിയാണ്. ദെൻ എഞ്ചിനീയറിംഗ് ടെക് വരുന്നത് നമുക്ക് 20 വേക്കൻസിയാണ്. ആകെ നമുക്ക് 70 വേക്കൻസിയാണ് വരുന്നത്. പിന്നെ SC/ST OBCൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ പേപ്പറൊന്നും നമുക്ക് ബാക്ക്ലോഗ് പേപ്പറൊന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് പേപ്പറൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ സെമസ്റ്ററിലോ അല്ലെങ്കിൽ ഫൈനൽ ഇയറിലോ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ട ഡോക്യുമെൻറ്റ്സ് ഇപ്പം ഇയർ വൈസ് ആയിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങൾ ലാറ്ററൽ എൻട്രിയിലൂടെയൊക്കെ ചെയ്യുന്ന കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷമാണ് ടൈം ഡ്യൂറേഷൻ ഉണ്ടാകുക അല്ലേ. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഇയർ മാർക്ക് ഷീറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഇനി 4 ഇയർ ഡ്യൂറേഷൻ ഉള്ളതാണെങ്കിൽ 3rd ഇയർ മാർക്ക് ഷീറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ നമ്മൾ എൻ്റർ ചെയ്യണം. സെമസ്റ്റർ കോഴ്സിലാണ് നമ്മൾ അവസാന വർഷം പഠിക്കുന്നതെങ്കിൽ നമുക്ക് 5th സെമസ്റ്ററിൻ്റെ ഇപ്പം ഒരു 6th സെമസ്റ്റർ കോഴ്സ് ആണെങ്കിൽ 5th സെമസ്റ്ററിൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഇനി 8th സെമസ്റ്റർ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ 7th സെമസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. നമുക്ക് 5 സ്റ്റേജസാണ് ടോട്ടൽ വരുന്നത് കേട്ടോ. അപ്പോൾ 5 സ്റ്റേജസ് നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് CG-CAT എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇതറിയപ്പെടുന്നത് CG-CAT എന്നാണ്. അപ്പോൾ ഇതിൽ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കേരളത്തിലൊക്കെ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരുന്നത്. ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ദെൻ ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, ദെൻ ജനറൽ നോളജ്. 25 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 2 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ വരും. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റേജ് 2 ആണ് ഉണ്ടായിരിക്കുക. അത് പ്രിലിമിനറി സെലക്ഷൻ ബോർഡാണ്, PSB എന്ന് പറയും. അപ്പോൾ PSBയിൽ നമുക്ക് സ്റ്റേജ് 1ൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് നോയിഡ, മുംബൈ, ഗോവ, ചെന്നൈയിലൊക്കെ വെച്ചിട്ട് കൊൽക്കത്തയിലൊക്കെ വെച്ചിട്ടായിരിക്കും അത് നടത്തുക സ്റ്റേജ് 2-ൽ. ഓക്കെ, ഈ സ്റ്റേജ് 2-ൽ നമുക്ക് മെയിനായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് കോഗ്നിറ്റീവ് ബാറ്ററി ടെസ്റ്റും അത് CCBT എന്ന് പറയും. അതുപോലെ പിക്ചർ പെർസെപ്ഷനും ഡിസ്കഷൻ ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെറുതെ അറിയാതെ പോയാൽ നമുക്കൊന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ വേണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ സ്റ്റേജ് 3 ഫൈനൽ സെലക്ഷൻ ബോർഡാണ്, FSB എന്ന് പറയും ബോർഡാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നോയിഡയിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും. അതുപോലെ 5 days ആയിരിക്കും അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കേട്ടോ. ഓക്കെ, ഈ സ്റ്റേജ് 3 എന്ന് പറയുന്നത് 5 ദിവസം എടുക്കും കേട്ടോ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയാൻ. അതിൽ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക് ആൻഡ് ഇൻ്റർവ്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇതൊരു നമുക്ക് ജൂലൈ ഒക്ടോബർ 2024 ആയിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റേജ് 3ൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരിക്കുക. പിന്നെ സ്റ്റേജ് 4 ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണോ എന്നുള്ളത് നോക്കുകയാണ്. ദെൻ സ്റ്റേജ് 4 നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എയ്മല നേവൽ ഓറിയൻറ്റേഷൻ കോഴ്സാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ നേവൽ ഓറിയൻറ്റേഷൻ കോഴ്സിന് വേണ്ടി നമ്മൾ എയ്മലയിലാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡേറ്റ് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ. മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഇപ്പോൾ ജനറൽ ഡ്യൂട്ടിയിലേക്കും ടെക്നിക്കലിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ജനറൽ ഡ്യൂട്ടിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം മതി. അപ്പോൾ നിങ്ങൾക്ക് BE or BTech എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്നിക്കലായിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ആ ഒരു ഡിസിപ്ലിനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കണം, ഏതിനാണ് ആദ്യം വേണ്ടത് അതിനൊക്കെ അനുസരിച്ചായിരിക്കും.
ഇനി എക്സാമിനേഷൻ ഫീ 300 രൂപ അപേക്ഷാ ഫീസിൻ്റെ നമുക്ക് ഓൺലൈനായിട്ട് ഫീ അടയ്ക്കേണ്ടത്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യാതൊരുവിധ ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എക്സാമിനേഷൻ സിറ്റി നമുക്ക് എന്താണ് 5 പ്രിഫറൻസ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കണം. അതിലെ ഫസ്റ്റ് ചോയ്സ് നിർബന്ധമായിട്ടും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഉണ്ടല്ലോ, പ്രസൻറ്റ് അഡ്രസ്സ്, ആ പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ 30 കിലോമീറ്റർ പരിധിയിൽ വരുന്ന ചോയ്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ കൊടുക്കണം. ഇനി ആ 30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നില്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ ആയിരിക്കണം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് 1 ഏപ്രിൽ 24 സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റേജ് 2 മെയ് 24, സ്റ്റേജ് 3 ജൂൺ ടു ഓഗസ്റ്റ് 24, സ്റ്റേജ് 4 ജൂൺ ടു നവംബർ 24 എന്ന് പറയുന്നത് 2024 ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റേജ് 4 ഡിസംബർ എൻഡിൽ 2024 ഡിസംബർ എൻഡിലൊക്കെ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഹൈറ്റ് നിശ്ചിതമായുള്ള ഒരു ഹൈറ്റ് വേണം. 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിശ്ചിതമായുള്ള വെയിറ്റും ചെസ്റ്റ് കാര്യങ്ങളൊക്കെ മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണം. പിന്നെ ചെസ്റ്റ് ഒരു അത്യാവശ്യം ഒരു നോർമൽ കണ്ടീഷനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതുള്ളൂ. ഓക്കെ. പിന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന INA ഏഴിമല നേവൽ അക്കാദമിയിൽ വെച്ചിട്ടായിരിക്കും. അവിടെ നമുക്ക് നേവൽ ഓറിയൻറ്റേഷൻ കോഴ്സാണ് 44 വീക്ക് ഡ്യൂറേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിവിധ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും യൂണിറ്റിലും ഷിപ്പിലും ഒക്കെ ഇതിൻ്റെ എന്താണ് ട്രെയിനിങ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രൊമോഷൻ സാധ്യത പേ ലെവലാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്. ഇപ്പം വിളിക്കുന്ന പോസ്റ്റ് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആണ്. ആ പോസ്റ്റിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. 56,100 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന 2,25,000 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. അത് ചീഫ് വരെ ആകാനുള്ള അവസരമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അതർ ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് ആയിട്ടില്ല. ഡേറ്റ് നമുക്ക് വരുന്നത് ഈ പറയുന്ന അതായത് ഇവിടെ അനൗൺസ്മെൻറ്റിൽ കാണിക്കുന്നുണ്ട്. ഡേറ്റ് വരുന്നത് നമുക്ക് ഫെബ്രുവരി 19 മുതലാണ്. അപ്പോൾ ഫെബ്രുവരി 19 മുതലേ നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് അവൈലബിൾ ആവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫെബ്രുവരി 19. ഓക്കെ. അപ്പോൾ ഫെബ്രുവരി 19 മുതൽ നമുക്ക് എന്തെങ്കിലും ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അപ്ലൈ ചെയ്യാവുന്നുള്ളടത്ത് ലിങ്ക് തരും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഇതിലേക്കൊന്നും ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. അപ്പം വെറുതെ ആരും അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, കൂടുതൽ ഒരുപാട് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.